ഹലോ, ഇന്ന് എനിക്ക് ഈവനിങ്ങിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. അതിന് വേണ്ടി ഞാൻ പോകാൻ റെഡിയാവുകയാണ്. അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീയുടെ വീഡിയോ ചെയ്താലോ എന്ന്. അങ്ങനെ ഞാനിതാ മുടിയൊക്കെ ചീകി ഒതുക്കുന്നുണ്ട് ഗൈസ്. എനിക്ക് ഡെലിവറിയുടെ ശേഷം മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ ഫെയർ ആൻഡ് ലവ്ലി തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മുഖത്ത്. ഓരോ ചെറിയ ഡോട്ടുകളായിട്ട് ആദ്യം ഇട്ട് കൊടുത്തിട്ട് ആണ് ഞാൻ ഫെയർ ആൻഡ് ലവ്ലി സാധാരണ ഇടാറ്. ഞാൻ ആദ്യമേ ഇട്ട് വരുന്നൊരു സംഭവമാണ് കേട്ടോ ഇത്. കല്യാണത്തിന് മുന്നേ ഇടാറുണ്ട്. അപ്പം ഞാനിങ്ങനെയാണ് രാത്രിയും പിന്നെ കുളി കഴിഞ്ഞതിന് ശേഷമൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ. പുതിയ വീട്ടിലെത്തിയാൽ ഞാൻ അങ്ങനെയൊന്നും ഒരു സൗന്ദര്യബോധം ഇല്ലാത്ത പോലെയാണ് എനിക്ക്. ഞാൻ അങ്ങനെ ഒരുങ്ങാറൊന്നുമില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. സ്വന്തം വീടായാലും ഞാനങ്ങനെ നിൽക്കും. പണിയൊക്കെ എപ്പോഴെങ്കിലും എടുത്താൽ മതി എന്ന് പറയും എൻ്റെ അമ്മ. പക്ഷെ ഞാൻ എന്നാലും നമ്മുടെ വീടായാലും ആരെങ്കിലുമൊക്കെ കയറി വരുമ്പോൾ വൃത്തികേടായിരിക്കട്ടെന്ന് വെച്ച് പണിയൊക്കെ കഴിഞ്ഞിട്ട് മാറ്റി ഒരുങ്ങാമെന്ന് കരുതും. പക്ഷേ അത് കഴിഞ്ഞാൽ ഞാൻ കുഞ്ഞിൻ്റെ കൂടെ കുറച്ച് നേരം കിടക്കും കേട്ടോ. അപ്പം ഞാനിത് അങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഫെയർ ആൻഡ് ലവ്ലി ഇട്ടതിന് ശേഷം പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. യാഡ്ലിയുടെ പൗഡറാണ്. എൻ്റെ അടുത്ത് കയ്യിൽ ഒരുപാട് മേക്കപ്പിൻ്റെ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഞങ്ങളിത് പ്രതീക്ഷിക്കാതെ വന്നൊരു പ്രോഗ്രാമാണ് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ പണിക്കരപ്രായ നമ്മുടെ വാഴക്കാട് പഞ്ചായത്തിൻ്റെ കീഴിൽ മലപ്പുറം കുടുംബശ്രീ കഫേ അവതരിപ്പിക്കുന്ന ഒരു ഫുഡ് ഫെസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിന് എല്ലാ പഞ്ചായത്തിൽ നിന്നും പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട് കേട്ടോ, കുടുംബശ്രീയിലുള്ള ആൾക്കാരൊക്കെ. അപ്പം ഞങ്ങളുടെ ടീമിനെ വിളിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ ടീമിൻ്റെ പേര് ഹിമശൈൽ എന്നാണ്. ഞങ്ങളുടെ കൈക്കൊട്ടിക്കളിയാണ് ഞങ്ങളവിടെ അവതരിപ്പിക്കാൻ പോണത്. അപ്പോൾ ഞാനിതാ കൺമഷി എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ണിൽ നല്ലപോലെ എഴുതി കൊടുക്കുന്നുണ്ട്. എനിക്ക് കണ്ണ് നന്നായിട്ട് കറുത്തിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതിന് ശേഷം പിന്നെ ഞാൻ ഐലൈനർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ണിൽ. എനിക്ക് ക്യാമറ നോക്കി എഴുതാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ ഞാൻ കണ്ണാടി നോക്കി എഴുതിയിട്ട് വന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഗൈസ്? ഞാൻ നല്ലപോലെ വാലൊക്കെ ഇട്ട് എഴുതി വന്നിരിക്കുകയാണ്. ഭംഗിയുണ്ടോ എൻ്റെ കണ്ണ് കാണാൻ? പിന്നെ പുരിക എഴുതുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ. ഞാൻ അധികം പുരിക എഴുതാറില്ല. ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ കോസ്റ്റ്യൂം. സെറ്റും മുണ്ടുമാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബ്ലൗസ്. ഞങ്ങളുടെ ടീമിൻ്റെ ബ്ലൗസാണ്. ഞങ്ങൾ ആദ്യം സെലക്ട് ചെയ്ത ബ്ലൗസാണ് കേട്ടോ ഇത്. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയണം കേട്ടോ. അങ്ങനെ ഞാനും ചെറിയ മക്കളും കൂടെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തെത്തിയിട്ടോ. പണിക്കരപ്പുറായയിലാണ് കുടുംബശ്രീ കഫേ അവതരിപ്പിക്കുന്ന ഫുഡ് ഫെസ്റ്റിവലാണ്. ഇതാ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. 4-5 ദിവസമായിട്ട് ഇവിടെ പരിപാടി നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് 5ാമത്തെ ദിവസമാണ്, സമാപന ദിവസമാണ് കേട്ടോ. ഇന്ന് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇന്ന് അവസാനിക്കുന്നത് കൊണ്ട് തന്നെ ജനസാഗരമാണ് ഇവിടെ. ഞാൻ എല്ലാവരെയും കാണിച്ചു തരാം. അങ്ങനെ ചെറിയുടെ പിന്നാലെ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോൾ ഇത് അവളുടെ അച്ചച്ചനെ ആ തിരക്കിനിടയിൽ നിന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് എന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അച്ചച്ചനും അച്ചമ്മയൊക്കെ നേരത്തെ തന്നെ വന്നു, 5 മണി ആയപ്പോൾ എത്തി. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇട്ടത്. ഒരു ബാൻഡിൻ്റെ പാട്ടാണിത്. അവരുടെ പേര് ഞാൻ മറന്നു പോയി. ഒരുപാട് പാട്ടുകൾ കോർത്തിണക്കിക്കൊണ്ടുള്ള എന്തോ ഒരു സംഭവമാണിത്. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ കേട്ടോ. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ സൂചി കുത്താൻ പോലും സ്ഥലമല്ല കേട്ടോ. ഒരു ഭാഗത്ത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, മറുഭാഗത്ത് പരിപാടി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അങ്ങനെ ആദ്യം ഞങ്ങൾക്ക് തന്നിരുന്ന ടൈം 7 മണിയായിരുന്നു കേട്ടോ. പക്ഷേ സാംസ്കാരിക സദസ്സിന് ശേഷമാണ് പിന്നെ ഞങ്ങളുടെ പരിപാടി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 9 മണിക്ക് ശേഷമാണ് ഞങ്ങൾ സ്റ്റേജിലേക്ക് കയറിയത്. ചെറിയതാ മോളെ എടുത്തുകൊണ്ട് ഞങ്ങളുടെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ നേരെ മുന്നിൽ ചെറിയുടെ അമ്മയാണ് കേട്ടോ. അതുകൊണ്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് കളിക്കാൻ കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ ഇത്ര പേരൊന്നും അല്ല സാധാരണ ഉണ്ടാവാറ്. പക്ഷേ ഓരോരുത്തർ അവരുടെ തിരക്ക് കാരണം വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ ഉള്ള ആൾക്കാർ വെച്ചിട്ട് കളിച്ചതാണ്. സംഭവം അടിപൊളിയായി എന്ന് കണ്ടുന്നവരൊക്കെ പറഞ്ഞിട്ടോ. ഞങ്ങൾ ഫുൾ എനർജി എടുത്ത് കളിച്ചതാണ്. ഞങ്ങൾ ഇതുവരെ ഇത്രയും പവറിൽ കളിച്ചിട്ടില്ല എന്നാണ് ചെറിയും പറഞ്ഞത്. കാരണം ചെറി എൻ്റെ കൂടെ എല്ലാ സ്റ്റേജിലും വരാറുണ്ട്. അപ്പം ഇത്രയേറെ ഒരു പവർഫുൾ പെർഫോമൻസ് ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. എല്ലാവരും പറഞ്ഞത് നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ കളിച്ച് ശേഷം ഇറങ്ങി. ഞങ്ങൾ ആകെ ക്ഷീണിച്ചു. ഞാൻ ചെറുതിന് എവിടെ പോകുമ്പോഴും ഭക്ഷണം എടുക്കാറുണ്ട് കേട്ടോ. വീട്ടിൽ നിന്ന് കഞ്ഞിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാനൊന്നും എടുത്തില്ല ഗൈസ്. അങ്ങനെ ഇതാ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ആകെ ക്ഷീണിച്ച് തളർന്ന് ചെറുതിനെയൊക്കെ എടുത്തിരിക്കുകയാണ്. അവൾക്ക് ഉറക്കം വന്നിങ്ങ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് ചുറ്റിച്ച് കാണിച്ചു തരാം കേട്ടോ. വൻ ജനാവലിയാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഇതാ നല്ല തിരക്കുണ്ട്. ഫുഡ് കഴിക്കാൻ വന്നവരുണ്ട്, പരിപാടി കാണാൻ വന്നവരുണ്ട്. അങ്ങനെ ഞാനിതാ ക്യാമറ പിടിച്ച് നിൽക്കുന്നത് കണ്ടിട്ട്
മോള് ക്യാമറയിലേക്ക് നോക്കിയിട്ട് പല എക്സ്പ്രഷൻസ് ഇടുന്നുണ്ട് കേട്ടോ ഫേസിൽ. അവളിപ്പോൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഹലോ ഗായ്സ് ഗായ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ സംസാരിക്കുന്നത്. നല്ല രസമാണ് കേൾക്കാൻ. അപ്പോൾ അത് ചെറിൻ്റെ ഏട്ടൻ ഇവിടെ ഉണ്ട്. ഞങ്ങളെ കണ്ടിട്ട് ചെറുതിനോട് ഇങ്ങനെ സംസാരിക്കാൻ വരികയാണ് കേട്ടോ. അമ്മ ഇതാ അവിടെ, പിന്നെ ഏട്ടൻ്റെ മോനുണ്ട്, ചെറിയ ഏട്ടൻ്റെ മോനെ എടുത്ത് കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വലിയ ചേച്ചിയുണ്ട്, പിന്നെ ഇതാ ചെറിയ ചേച്ചിയാണ് കേട്ടോ. ഇത് എൻ്റെ ക്യാമറ കണ്ടിട്ട് ആൾ ബലൂൺ കൊണ്ട് മുഖം മറച്ചിരിക്കുകയാണ് ഗൈസ്. ആൾക്ക് ക്യാമറയിൽ മുഖം കാണിക്കാൻ മടിയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇതാ ഏട്ടൻ്റെ മോനും എൻ്റെ മോളും കൂടെ, ചെറുതും കൂടെ ഭയങ്കര ഡാൻസാണ് കേട്ടോ. ഇവിടെ ഏട്ടനും അനിയത്തിയും കൂടെ നല്ല പെർഫോമൻസാണ് ഇവിടെ പാട്ടിട്ടത് അവർക്ക് നല്ല ഇഷ്ടമായെന്ന് തോന്നുന്നു. രണ്ടുപേരും നല്ല കളിയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ചിരുന്നു കേട്ടോ. കല്ലുമ്മക്കായ, ഐസ്ക്രീം, പാനിപ്പൂരി അതൊക്കെ കഴിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ എടവണ്ണപ്പാറ ഹയാത്ത് പ്ലാസയിലേക്ക് വിട്ടു കേട്ടോ. വീട്ടിൽ ഞാൻ ചോറൊക്കെ വെച്ചിരുന്നു, പക്ഷേ ഞാൻ തിരക്കൊണ്ട് വൈകുന്നേരത്തെ തിരക്കിൽ കറിയൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ ചെറി പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് എടവണ്ണപ്പാറ പോയിട്ട് എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് വാങ്ങിയിട്ട് വരാം, എന്നിട്ട് വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ മോളിതാ ബസ്സൊക്കെ രാത്രിയിൽ ബസ്സും കാറൊക്കെ പോകുന്നത് കണ്ടിട്ട് നല്ല നല്ല ഇഷ്ടമായെന്ന് തോന്നുന്നുണ്ട്. ആൾ വലിയ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ബസ് അച്ഛാ ബസ് അയ്യോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ചെറി അൽഫാമും കുബൂസുമാണ് കേട്ടോ വാങ്ങാൻ വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. ഇവിടെ ഇരുന്ന് കഴിക്കേണ്ടെന്ന് കരുതി വീട്ടിലെത്തിയിട്ട് സൗകര്യം പോലെ കഴിക്കാമല്ലോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീണ്ടും അടിപൊളി വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റാ ബൈ.